നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരച്ചൂട് മുറുകുകയാണ്. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തും. മത്സരിക്കുന്നതിൽ PV അൻവറിന്റെ നിർണായക തീരുമാനവും ഇന്നുണ്ടായേക്കും. PV അൻവറിനെ അനുനയിപ്പിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി. ദിവസങ്ങൾ നീണ്ട കൂടിയാലോചനകൾക്കൊടുവിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് NDAയും. പരിഗണനയിലുള്ള 3 പേരുടെ പട്ടിക BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ മണ്ഡല പര്യടനം ഇന്ന് തുടങ്ങുകയാണ്. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരും. അതേപോലെ ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അതുപോലെ നിലമ്പൂരിൽ നിന്ന് R ശ്രീജിത്തും നിലമ്പൂരിൽ നിന്ന് ഷഹദ് റഹ്മാനും റാഫി കരീമും ചേരുകയാണ്. ആദ്യം വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് നിലമ്പൂരിൽ നിന്ന് ലേറ്റസ്റ്റായി നമുക്ക് പ്രേക്ഷകരെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? ഗുഡ് മോർണിംഗ് SKN. ഏറ്റവും നിർണായകമായ കാര്യം PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിലാണ്. അതിൽ മത്സരിക്കുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. PV അൻവർ കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഗോതയിലുണ്ടാകും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി ചിഹ്നം തൃണമൂൽ കോൺഗ്രസ് അനുവദിച്ച് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഡെറിക് ഒബ്രയാനായിരിക്കും കേരളത്തിന്റെ ചുമതലയുണ്ടാവുക. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ സംഘം ഈ തിരഞ്ഞെടുപ്പിനെ ഒരു ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിലേക്ക് എത്തും, നിലമ്പൂരിലേക്ക് എത്തും എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ താൻ മത്സരിക്കാനില്ല എന്നും എന്നാൽ ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ലാത്തത് കൊണ്ട് പിന്മാറുന്നുവെന്നും PV അൻവർ പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടുപിറകെയാണ് അദ്ദേഹം നിലപാട് മാറ്റുകയും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതിൽ ഇടപെടുകയും മത്സരിച്ചു കൊള്ളാനുള്ള ഒരു അനുമതി നൽകുകയുമായിരുന്നു. ഒരു 2 ആഴ്ച മുൻപ് തന്നെ PV അൻവറിനോട് എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ദേശീയ നേതൃത്വം പറഞ്ഞിരുന്നത്. അതിലിപ്പോൾ PV അൻവറും അതിലൊരു അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിൽ ഒരു കടുത്ത ത്രികോണ മത്സരം എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമായിരിക്കും. എന്നാൽ PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇന്നലെ രാത്രിയും UDF നടത്തി എന്നുള്ളതാണ് അതിലേറ്റവും അപ്രതീക്ഷിതമായ ഒരു നീക്കമായി വിലയിരുത്തേണ്ടത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നലെ ഒതായിലുള്ള PV അൻവറിന്റെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹവുമായി അനുനയ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഏകദേശം 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഒരു 11 മണിയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ആ അനുനയ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. അത് വിജയം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഈ അസോസിയേറ്റ് അംഗത്വം ഇനി പൂർണ്ണ ഘടകകക്ഷി ആക്കാമെന്നുള്ള പ്രഖ്യാപനത്തിൽ താഴെ ഒന്നിനുമില്ല എന്നുള്ളത് PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ തന്നെ VD സതീശൻ നയിക്കുന്ന UDFിലേക്കില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം എടുത്ത നിലപാട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കും. SKN. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.